നമസ്തേ. ഇന്നത്തെ വീഡിയോ നമ്മൾ 2025 കുംഭമേളയ്ക്ക് പോയിരുന്നു. 2 പ്രാവശ്യമായിട്ടാണ് പോയത്. ഒന്ന് മൗനി അമാവാസ്യ, ആദ്യത്തെ മൗനി അമാവാസ്യയുടെ ദിവസവും 2 ശിവരാത്രി ബന്ധപ്പെട്ട് രണ്ടാമത്തെ ട്രിപ്പ് പോയി. ബസ്സിലാണ് പോയത്. 53 പേരടങ്ങുന്ന ഗ്രീൻ ട്രീയുടെ ബസ്സിലാണ് നമ്മളിവിടുന്ന് അങ്കമാലിയിൽ നിന്ന് യാത്ര തിരിച്ചത്. അങ്ങനെ ഫസ്റ്റ് ബാച്ച് വന്നിട്ട് മൗനി അമാവാസ്യക്ക് പോയപ്പോൾ 15 ദിവസത്തെ ട്രിപ്പായിരുന്നു. ശിവരാത്രിയുടെ ബാച്ച് വന്നിട്ട് 8 ദിവസത്തെ ട്രിപ്പായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഫസ്റ്റ് രണ്ടാമത്തെ ബാച്ച് വന്നിട്ട് ആദ്യം ഇവിടുന്ന് രാത്രിയാണ് പുറപ്പെട്ടത്. രാത്രി നമ്മൾ പാലക്കാട് ശ്രീ ഭോഗർ ടെമ്പിളിലാണ് ആദ്യം പോയത്. ഇവിടുന്ന് എത്തിയപ്പോൾ തന്നെ 11 മണിയായി. പക്ഷേ അദ്ദേഹം അവിടെ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അത്ര ഡെഡിക്കേഷനായിരുന്നു അവിടുത്തെ അമ്പലം പരിപാലിക്കുന്ന ആ കുട്ടിക്ക്. അപ്പം അങ്ങനെ അദ്ദേഹവും അതിനെ വിളിച്ച് പറഞ്ഞതനുസരിച്ചിട്ട് അദ്ദേഹം 11 മണി വരെ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിന്നു. അങ്ങനെ നമ്മളവിടെ എത്തുകയും ആ ക്ഷേത്രത്തിൽ ശ്രീ ഭോഗറിൻ്റെ ക്ഷേത്രത്തിൽ നമ്മുടെ അവിടെ ഇരുന്ന് അദ്ദേഹം പൂജയൊക്കെ കഴിച്ചു. നമ്മളൊരു 15-20 മിനിറ്റ് നേരത്തേക്ക് അവിടെ നിന്ന് ധ്യാനിച്ച് എന്തെന്നില്ലാത്ത ആനന്ദമായിരുന്നു അവിടെ. ഭോഗറിൻ്റെ ആ പ്രസൻസ് അവിടെ ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റി. അത് സഹ്യാദ്രി കോളനിയിലാണ്, പാലക്കാട് ബൈപ്പാസിനോട് ചേർന്ന് തന്നെ. അവിടെ മെയിനായിട്ട് ഹാർട്ട് ചക്രയാണ് അവിടെ ആക്ടിവേഷൻ വരുന്നത്. നമ്മൾ ചക്രയുടെ ബേസ് നോക്കിക്കഴിഞ്ഞാൽ ഹാർട്ട് ചക്ര ഓവർ ആക്ടിവേറ്റ് ചെയ്യുകയും അന്തെന്നില്ലാത്ത പരമാനന്ദം നമുക്കവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ഇതാണ് ഭോഗർ ഫസ്റ്റ് നമ്മൾ ആദ്യം ഗുരുപരമ്പരേനെ നമസ്കരിച്ചിട്ടാണ് യാത്ര സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആദ്യം മഹാവതാർ ബാബാജി നാഗരാജ് നമ്മുടെ ക്രിയായോഗ ഗുരുവാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗുരുക്കന്മാരെ വന്ദിച്ചിട്ടാണ് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആദ്യം അങ്ങനെ ഭോഗ ഋഷിയുടെ അടുത്ത് പോയി. രണ്ടാമത്തെ ബാച്ച് നേരെ പോയത് നമ്മൾ നട്ടട്രി ഈശ്വര ക്ഷേത്രമാണ്. അത് ഈറോഡ്. അവിടെ വന്നിട്ട് അതൊരു വലിയ ഭയങ്കര പഴയ വില്ലേജ് അറ്റ്മോസ്ഫിയറിലാണ് ആ അമ്പലം ഇരിക്കുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. നല്ലൊരു വില്ലേജ് അറ്റ്മോസ്ഫിയറിൽ ഒരു പുഴ കടന്ന് ചെറിയൊരു ബ്രിഡ്ജുണ്ട്. ആ ബ്രിഡ്ജ് കടന്ന് അപ്പുറത്ത് കടന്ന് ഒരു പുഴക്കരയിൽ നല്ലൊരു ക്ഷേത്രം, നട്ടത്രീശ്വര ക്ഷേത്രം. അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവനുണ്ട്, മുരുകനുണ്ട്. മെയിൻ പ്രസൻസ് എന്ന് പറഞ്ഞാൽ അഗസ്ത്യ ഋഷി, സപ്തർഷികളിലായ അഗസ്ത്യ ഋഷി മഹാവതാർ ബാബാജിയുടെ ക്രിയായോഗ ദീക്ഷ കൊടുത്ത ഗുരുവാണ്. ആ സപ്തർഷികളിൽപ്പെട്ട ആ ഋഷി വന്നിട്ട് അവിടെ നിന്നാണ് അദ്ദേഹത്തിൻ്റെ സൂക്ഷ്മ ശരീരം വിടുന്നത്. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ ശരീരത്തിൽ 3 ശരീരങ്ങളുണ്ട്. ഒന്ന് സൂക്ഷ്മ ശരീരം, ഒന്ന് കാരണ ശരീരം, ഒന്ന് സ്ഥൂല ശരീരം. അപ്പോൾ ഇദ്ദേഹം 3 ദിക്കുകളിലായിട്ടാണ് ഉപേക്ഷിച്ചത്. സൂക്ഷ്മ സ്ഥൂലം കാരണശരീരം ഉപേക്ഷിച്ചതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ അമ്പലത്തിൽ വെച്ചിട്ടാണ് അഗസ്ത്യ ഋഷി അദ്ദേഹത്തിൻ്റെ സൂക്ഷ്മ ശരീരം ഉപേക്ഷിക്കപ്പെട്ടത്. അപ്പോൾ അവിടെ നല്ല എനർജി വൈബാണ്. ആജ്ഞയും ശസ്വാരമൊക്കെ നല്ല ഭംഗിയായിട്ട് ചക്രാസ് അടിക്കുന്നുണ്ട്. അതാണ് അവിടെ ഉള്ളത്. ബാക്കി സ്ഥൂല ശരീരവും എന്നിട്ട് മുരുകൻ നേരെ സപ്തർഷി ലോകത്തിലേക്ക് കൊണ്ടുപോയി എന്നാണ് പറയപ്പെടുന്നത്.
അപ്പോൾ ഈ ഗിരിയിൽ 14 ലോകങ്ങളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതിനകത്ത് ഒരു ലോകമാണ്, മുകളിലുള്ള ഒരു ലോകമാണ് സപ്തർഷി ലോകം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസൻസ് നമുക്ക് അവിടെ അനുഭവപ്പെടാൻ സാധിക്കും. പിന്നെ കാരണശരീരം തലക്കാവേരിയിൽ ഉപേക്ഷിച്ചു എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെയാണ് അഗസ്ത്യ ഋഷിയുടെ, മഹർഷിയായ അഗസ്ത്യരുടെ ഹിസ്റ്ററി. അപ്പോൾ നമ്മൾ ഭോഗറേയും അഗസ്ത്യരെയും വണങ്ങിയിട്ട് നേരെ അടുത്തത് പോയത് മഹോദർ ബാബാജിയുടെ ഈ ജനന സ്ഥലമായ പറങ്കിപ്പേട്ട എന്ന് പറയുന്ന സ്ഥലത്താണ്. ചിദംബരത്ത് നിന്ന് ഒരു 25 കിലോമീറ്റർ മാറിയാണ് പറങ്കിപ്പേട്ട എന്ന് പറയുന്ന സ്ഥലം. ആ സ്ഥലത്ത് പോയിട്ട് നമ്മൾ അവിടെ ബാബാജിയുടെ ഒരു അമ്പലമുണ്ട്. അമ്പലത്തിലിരുന്ന് ധ്യാനിക്കുകയും അതിൻ്റെ മുകളിൽ ഒരു 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 ആല് പോലത്തെ ഒരു മരമുണ്ട്. അതിൻ്റെ അടിയിലിരുന്ന് ധ്യാനിക്കുന്ന വേളയിൽ നമ്മൾക്ക് അവിടെ ലാഹരി മഹേഷ് ബാബാജി, അഗസ്ത്യർ ലാഹരി മഹേശ്വരൻ, യുക്തേശ്വർഗിരി, യോഗാനന്ദ, ബാബാജിയുടെ സിസ്റ്റർ, ജീസസ് ക്രൈസ്റ്റ്, കൃഷ്ണൻ, ഇത്രയും പേരുടെ പ്രസൻസ് നമുക്ക് ലൈവായിട്ട് കുട്ടികൾക്ക് ഒന്നിച്ച് നമ്മുടെ ക്രിയായോഗ സ്റ്റുഡൻസിൻ്റെ ഒപ്പമാണ് നമ്മൾ ഈ ടൂർ പോയത്, സ്പിരിച്വൽ ടൂർ പോയത്. അപ്പോൾ ആ കുട്ടികൾക്കെല്ലാം അവിടെ കുറേ പേർക്കൊക്കെ അവിടെ ലൈവ് പ്രസൻസ് എക്സ്പീരിയൻസ് ചെയ്യും. ചിലർക്ക് എനർജി ഫീൽഡിലായിരിക്കും. അത് ഓരോ ഡയമെൻഷൻ അനുസരിച്ചിട്ടാണ് അവരുടെ പ്രസൻസ് എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പോൾ ചിലർക്ക് എനർജി പ്രസൻസ് ഫീൽ ചെയ്യും, ചിലർക്ക് ലൈവായിട്ട് അവർക്ക് ദർശനം കിട്ടും. അങ്ങനെ അവിടെ ഇരുന്ന് നമുക്ക് എല്ലാവരുടെയും പ്രസൻസ് അവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ 3 ഗുരുക്കന്മാരെയും ഭോഗർ, അഗസ്ത്യ ഋഷി, പിന്നെ ബാബാജി 3 പേരെയും ദർശിച്ചതിന് ശേഷമാണ് ഞങ്ങളുടെ യാത്ര അവിടെ നിന്ന് തുടങ്ങുന്നത്. നേരെ പോയത് ചിദംബരത്തേക്കാണ്. തൊട്ടടുത്താണ് ചിദംബരം. അപ്പോൾ രാത്രിയായപ്പോഴേക്കും ചിദംബരം ക്ഷേത്രം സന്ധ്യയായി. അവിടെ ചെന്ന് ചിദംബര രഹസ്യം എന്തെന്ന് കുട്ടികളെ മനസ്സിലാക്കി കൊടുക്കുക ചെയ്യും. അപ്പോൾ ക്രിയായോഗ സ്റ്റുഡൻസ് എല്ലാവരും അവിടെ നിന്ന് മെയിൻ ക്ഷേത്രത്തിൽ കാണുന്ന നടരാജ സ്റ്റാച്ചു അല്ല യഥാർത്ഥത്തിലുള്ളത്. അതിൻ്റെ സൈഡിലായിട്ട് ഒരു ചെറിയ സ്റ്റാച്ചു ഉണ്ട്. അതാണ് ഒറിജിനൽ നടരാജൻ. എൻ്റെ തമ്പ് മെറിഡിയൻ ലൈനിൽ ടച്ച് ചെയ്തിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ മെറിഡിയൻ ലൈൻ നമുക്ക് പുറത്തും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അറിയാവുന്നവർക്ക്. അപ്പോൾ നമ്മൾ നമ്മുടെ കുട്ടികളെ അവിടെ ആ മെറിഡിയൻ ലൈനിൽ കെട്ടി. അവിടെ ഹൈ പൊട്ടൻഷ്യൽ എനർജിയാണ് അവിടെ ട്രാൻസ്മിഷൻ നടക്കുന്നത്. അവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ വിത്തിൻ എ മിനിറ്റ് നമ്മുടെ സുഷുപ്ന നാഡിയിൽ കൂടെ എൻ്റയർ ബോഡി ആക്ടിവേഷൻ നടക്കും. സുഷുപ്ന നാഡിയിൽ കൂടെ ഒരു എനർജി, ഹൈ എൻഡ് എനർജി ട്രാൻസ്മിറ്റ് ചെയ്യും. അത് 2 സൈഡിലേക്കും സ്പ്രെഡ് ഔട്ട് ചെയ്ത് ശരീരം മൊത്തം ഹൈ എനർജി നമുക്കവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. അതാണ് അവിടുത്തെ മെയിൻ രഹസ്യം. പിന്നെ നമ്മൾ ആ അമ്പലത്തിന് ചുറ്റും വളരെ പതുക്കെ വലം വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ ചക്രകളും അവിടെ സ്ലോലി ഓരോ എഡ്ജിൽ ചെല്ലുമ്പോഴും നമുക്ക് ഓരോ ചക്ര ആക്ടിവേഷൻ കിട്ടും. അങ്ങനെ എൻ്റയർ ചക്ര അവിടെ ആക്ടിവേഷൻ കിട്ടുകയും ചെയ്യും. അതോടൊപ്പം ഈ മെറിഡിയൻ ലൈനിൽ നിൽക്കുമ്പോൾ സുഷുപ്ന നാഡിയിലൂടെ എൻ്റയർ ബോഡി ഫസ്റ്റ് സുഷുപ്ന നാഡി ആക്ടിവേഷൻ വരും. അത് കഴിഞ്ഞ് സ്ലോലി ഔട്ടർ സെൻറ്റർ ടു പെരിഫറിയിലേക്ക് ഇങ്ങനെ എനർജി ട്രാൻസ്ഫറിങ് വന്ന് ഫുൾ ബോഡി ഹൈ പവറായിട്ട് സ്ലോലി അത് ന്യൂട്രലൈസേഷനിലേക്ക്. അതാണ് ചിദംബര രഹസ്യം. പിന്നെ നാഡീസുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് അവിടുത്തെ മറ്റേ ശ്രീകോവിലിൻ്റെ മുകളിലത്തെ മറ്റേ ഓരോ പാളികളും നല്ല എണ്ണം ശരീരത്തിലെ നാഡികളുമായിട്ട് കണക്റ്റഡായിട്ടാണ്, എണ്ണം കറക്റ്റായിട്ടാണ് അവിടെ ഇത് ചെയ്ത് വെച്ചത്. പിന്നെ പറയുകയാണെങ്കിൽ നമ്മൾ നേരെ ചിദംബരത്തുനിന്ന് അന്ന് രാത്രി അവിടെ നിന്ന് തിരിച്ചു. ഇന്നത്തെ ഒരൊറ്റ ദിവസം ഡേ ടൈമിൽ നമുക്ക് ഇത്രയും അമ്പലങ്ങൾ ട്രാവൽ ചെയ്തു.
പിന്നെ നമ്മൾ ഇത് ആദ്യത്തെ ബാച്ചും രണ്ടാമത്തെ ബാച്ചും കൂടെ മിക്സ് ചെയ്തിട്ടാണ് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് ടൈമിൻ്റെ ചെറിയൊരു വ്യത്യാസം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് പറയുമ്പോൾ അത് മാറിപ്പോകരുത്. ഇത് കഴിഞ്ഞ് നമ്മൾ രാവിലെ ശ്രീ കാളഹസ്തിയിലേക്കാണ് പോയത്. ശ്രീ കാളഹസ്തി ക്ഷേത്രം വായുതത്വമാണ്. വായുതത്വം പഞ്ചതത്വങ്ങളിൽ 4 തമിഴ്നാട്ടിലാണ്, 1 മാത്രമാണ് ആന്ധ്രാപ്രദേശിൽ. തിരുപ്പതി കഴിഞ്ഞ് ഒരു 10-25-30 കിലോമീറ്റർ മാറി ശ്രീകാളഹസ്തി ക്ഷേത്രം. അപ്പോൾ ശ്രീകാളഹസ്തി എന്ന് പറഞ്ഞാൽ അവർ സ്വയംഭൂ ശിവലിംഗത്തിനെ പരിപാലിച്ചുകൊണ്ടിരുന്ന സ്പൈഡർ, ആന, ഒരു സർപ്പം, ഇവർ 3 പേരും ആണ് ഈ ശിവലിംഗത്തിനെ കുറേ കാലങ്ങളായിട്ട് പരിപാലിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇവർക്ക് 3 പേർക്ക് മോക്ഷം കിട്ടി എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ശ്രീ കാളഹസ്തി എന്നുള്ള പേര് തന്നെ അവിടെ ആ ക്ഷേത്രത്തിന് വന്നത്. അപ്പം അതിൻ്റെ ഉള്ളിൽ നമുക്ക് ശരിക്കും ഹാർട്ട് ചക്രയാണ് ആക്ടിവേഷൻ, വായു തത്വമാണ് അവിടെ പഞ്ചതത്വങ്ങളിൽ. അപ്പോൾ ആ വായു തത്വത്തിൻ്റെ എനർജി നമ്മൾ ക്ലിയറായിട്ട് ശ്രീകോവിലിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഹാർട്ട് ചക്ര ഭയങ്കര ഹെവി ആയിട്ട് ഫീൽ ചെയ്യും. ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ട് അത് ന്യൂട്രലൈസേഷനിലേക്ക്. അതാണ് ആ അമ്പലത്തിൻ്റെ പ്രത്യേകത. പിന്നെ അവിടെ നവഗ്രഹങ്ങളുടെ ഒരു പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. രാഹുകേതു ദോഷങ്ങളൊക്കെ തീർക്കുന്ന ഇതൊക്കെയുണ്ട്. നമ്മൾ നേരെ തൊഴുതിട്ട് പോരുകയാണ് ചെയ്തത്. അവിടുന്ന് നേരെ ഞങ്ങൾ പോയത് ശ്രീ മല്ലികാർജുന ജ്യോതിർലിംഗ ക്ഷേത്രത്തിലേക്കാണ് പോയത്. അത് ശ്രീശൈലം, ആന്ധ്രാപ്രദേശിൽ തന്നെ ജ്യോതിർലിംഗ ക്ഷേത്രത്തിൽ. അതൊരു ഭയങ്കര ഒരു വനത്തിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. അങ്ങനെ വണ്ടി അവിടെ ഓടിയെത്തിയപ്പോഴേക്കും രാത്രി. ജസ്റ്റ് ഞങ്ങളവിടെ ചെന്നപ്പോഴേക്കും അവിടെ നട അടച്ചു, 8 മണിയായി. പിന്നെ ആ ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഞങ്ങൾ ധ്യാനിച്ച് പോകാമെന്ന് വിചാരിച്ചു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ടൈമിൽ പ്രയാഗ്രാജിലെത്തണം. അപ്പോൾ വണ്ടി ഓടിയെത്തണ്ടേന്ന് വിചാരിച്ചിട്ട് പിന്നെ അവിടെ നിന്നൊരു 30-35 മണിക്കൂർ യാത്രയുണ്ട് പ്രയാഗ്രാജിലേക്ക്, അപ്പോൾ ബസ്സിന്. അപ്പോൾ അവിടെ നിൽക്കണ്ട, നമുക്ക് രാത്രി തന്നെ വിടാമെന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്നൊരു 10-20 കിലോമീറ്റർ താണ്ടി വന്നപ്പോൾ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് അവരവിടെ തടഞ്ഞു. ഇനി അവിടെ രാത്രി വണ്ടി പോകാൻ പറ്റില്ല, രാവിലെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ മനസ്സിലായി നമ്മളവിടെ തൊഴിക്കാണ്ട് പോകില്ല എന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ പറഞ്ഞു തിരിച്ച് ഡ്രൈവറോട് വണ്ടി എടുക്കാൻ പറഞ്ഞു. ഡ്രൈവർ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടി. കാരണം വെച്ച് കഴിഞ്ഞാൽ വലിയ വണ്ടിയാണ്, നിങ്ങൾ 51 സീറ്ററാണ്. അപ്പോൾ അവിടെയിട്ട് വളയ്ക്കാൻ പാടായിരുന്നു. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ അഭ്യർത്ഥന മാനിച്ച് അവർ ഒരു കണക്കിന് ആ വണ്ടി വളച്ച് തിരിച്ച് വീണ്ടും നമ്മൾ അമ്പലത്തിലേക്ക് വന്നു. 20-22 കിലോമീറ്റർ യാത്ര ചെയ്ത് വീണ്ടും അമ്പലത്തിൽ വന്നു. ആ പാർക്കിംഗ് ഗ്രൗണ്ടിൽ കിടന്ന് വെളുപ്പിന് അപ്പോഴേക്കും ഏകദേശം സമയമായി. എല്ലാവരും കുളിച്ച് നേരെ നിർമ്മാല്യ ദർശനത്തിൽ കയറി. ഭംഗിയായിട്ട് നിർമ്മാല്യം തൊഴുവാൻ പറ്റി. എല്ലാ ചക്രേസും ആക്ടിവേഷനാക്കി തന്നു. ജ്യോതിർലിംഗ ക്ഷേത്രം, മല്ലികാർജുന ജ്യോതിർലിംഗ ക്ഷേത്രം നല്ല ചാർജിൽ നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് പ്രയാഗ്രാജിലേക്ക്. പ്രയാഗ്രാജിൽ നമ്മൾ നേരെ 8 മണിക്കൂർ ഞങ്ങൾ 25 കിലോമീറ്റർ ഗ്യാപ്പിൽ പ്രയാഗ്രാജിലെത്താൻ വീണ്ടും ഒരു 25 കിലോമീറ്റർ ഗ്യാപ്പിൽ വെച്ച് 8 മണിക്കൂർ എടുത്തു ആ 25 കിലോമീറ്റർ യാത്ര ചെയ്യാനായിട്ട്. അത്രയ്ക്ക് ബ്ലോക്കായി പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ കറക്റ്റ് ബാബാജി ഇവിടുന്ന് യാത്ര തിരിച്ചപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, നിങ്ങൾ പ്രയാഗ്രാജിലെത്തുമ്പോൾ ഒരാളായിട്ടും ലിങ്ക് ആവരുത്. എന്താണെന്നറിയില്ല, വെളുപ്പിന് 3 മണിക്ക് നമ്മളവിടെ കുംഭസ്നാനം മുങ്ങിക്കൊള്ളണമെന്ന് ഇവിടുന്ന് പോണതിന് മുമ്പേ തലേദിവസം തന്നെ മെഡിറ്റേഷനിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അത് പ്രകാരം എങ്ങനെയോ നമ്മളൊന്നുമല്ല 2:30 മണിക്ക് നമ്മൾ കറക്റ്റ് ഇതിൻ്റെ പാർക്കിംഗ് ഗ്രൗണ്ടിലെത്തിയും 2:30 മണിക്ക് അവിടെ ആ ഇറങ്ങിയ വഴി തന്നെ എങ്ങനെയോ ഒരു ഭയങ്കര വിജനമായ സ്ഥലമാണ്. അവിടെ നിന്ന് അറയൽ ഘാട്ടിലേക്ക് ഞങ്ങൾക്ക് ഒരു ഓട്ടോറിക്ഷ കിട്ടി. 2:45 നമ്മൾ കറക്റ്റ് അറയൽ ഘാട്ടിൻ്റെ അവിടെ എത്തി. കുറച്ച് നടക്കാനുണ്ട് ഘാട്ടിലേക്ക്.
എന്ന് പറഞ്ഞാൽ കുളിക്കണ സ്ഥലത്തേക്ക്. അങ്ങനെ 2:45 ഞങ്ങൾ ഘാട്ടിലെത്തി, അറേൽ ഘാട്ടിലെത്തുകയും മെയിൻ ഘാട്ടിലെത്തുകയും അവിടെ നമ്മൾ കുംഭസ്നാനം ചെയ്തു. 6 ഡിഗ്രി ടെമ്പറേച്ചറാണ് വെളുപ്പിന് 3 മണിക്ക്. അതാണ് മൗനി അമാവാസ്യ, ഫസ്റ്റ് മൗനി അമാവാസ്യ. അതാണ് 194 വർഷത്തിലൊരിക്കലുണ്ടാകുന്ന 6 നക്ഷത്രങ്ങൾ ഒരേ ലൈനിൽ വരുന്ന ആ ദിവസത്തിൻ്റെ പ്രത്യേകത അതായിരുന്നു. അത് ഭംഗിയായിട്ട് ഞങ്ങൾക്ക് 10-15 മിനിറ്റ് നേരം മുങ്ങാൻ സാധിച്ചു. അതിനുള്ള പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് ഗംഗ, യമുന, സരസ്വതി ഈ 3 പേരുടെയും എനർജി പ്രസൻസ് ഞങ്ങൾ മുങ്ങി എഴുന്നേറ്റതിന് ശേഷം എൻ്റെ ദേഹത്ത് അവരെ കൊണ്ടൊക്കെ തൊടിയിച്ച് അവർക്ക് ആ ഒരു എനർജി പ്രസൻസ് ഫസ്റ്റ് ബാച്ചിന് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചു. പക്ഷേ ആ ഡിഫറെൻറ്റ് ഷെയ്ഡ്സിലാണ് അവർക്ക് ആ എനർജി ഫീൽ ചെയ്തത്. പക്ഷേ സെക്കൻഡ് ബാച്ചിന് അങ്ങനെയല്ല. ശിവരാത്രി ബാച്ചിന് അവർക്ക് തലേ ദിവസം ഈ സെയിം കാട്ടിൽ തന്നെ ഞങ്ങളവിടെ എത്തുകയും അവർക്ക് ഗംഗ, യമുന, സരസ്വതിയുടെ ലൈവ് ദർശനം കിട്ടി. കുറേ കുട്ടികൾക്ക് ലൈവ് ദർശനം കിട്ടി. 51 പേരുണ്ട്. അതിൽ കുറേ പേർക്ക് ഡിഫറെൻറ്റ് കളേഴ്സുണ്ട്. എന്ന് പറഞ്ഞാൽ ഗംഗ ക്രീമി ഷെയ്ഡായിട്ടുള്ള ഡ്രസ്സിലും, യമുന യെല്ലോ ഷെയ്ഡിലും, സരസ്വതി വൈറ്റ് ഷെയ്ഡിലും, ആ 3 ഷെയ്ഡ്സിൽ നമുക്ക് ലൈവായിട്ട് മുങ്ങി എഴുന്നേൽക്കുമ്പോൾ ആകാശത്ത് ഇങ്ങനെ ദർശനം ഉണ്ടായിരുന്നു, ലൈവ് ദർശനം ഉണ്ടായിരുന്നു. ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ ഇത് വെറുതെ നിങ്ങളുടെ മായയാണ്, നിങ്ങൾ വെറും ഭ്രമമാണെന്നൊക്കെ പറയും. അതല്ല. നമ്മൾ തേർഡ് ഐ ഓപ്പൺ ആയവർക്കും പല മെഡിറ്റേഷൻ്റെ പല സ്റ്റേജിലെത്തിക്കഴിയുമ്പോൾ നിങ്ങളുടെ ഓരോ ഡയമെൻഷൻസും ഓപ്പൺ ആവാൻ തുടങ്ങും. നിങ്ങളിപ്പോൾ ശരിക്കും നോർമൽ ബീയിങ്ങിൽ 3D ഡയമെൻഷൻ വരെ നിങ്ങൾ കാണുന്നുള്ളൂ. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇഷ്ടംപോലെ ഡയമെൻഷൻസ് ഉണ്ട്. അത് നിങ്ങളുടെ ഓരോ തേർഡ് ഐയുടെ ഓപ്പണിംഗ് അനുസരിച്ചിട്ട് നമ്മൾ പല സ്റ്റേജസിൽ കയറി പോകും. അങ്ങനെയുള്ളവർക്ക് അത് കാണാൻ പറ്റും. അതല്ലെങ്കിൽ അവരെ തൊട്ട് കഴിഞ്ഞാലും മറ്റുള്ളവർക്ക് ദർശനം കിട്ടും. അപ്പോൾ ആ ഫേസിൽ നിന്നുകൊണ്ടാണ് ക്രിയായോഗ സ്റ്റുഡൻസിന് നമ്മൾ ദർശനം കൊടുപ്പിച്ചത്. അപ്പോൾ അവരെല്ലാവരും ദേഹത്ത് തൊട്ട് അവർക്ക് ആ ദർശനം കിട്ടുകയും ഗംഗ, യമുന, സരസ്വതി ലൈവായിട്ട് അവർക്ക് എക്സ്പീരിയൻസ് ചെയ്ത് മുങ്ങി ഞങ്ങൾ പോരുകയും ചെയ്തു. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഡേയിൽ ഉണ്ടായത്. സെക്കൻഡ് ഡേയിൽ വീണ്ടും ഞങ്ങൾ ശിവരാത്രി ബാച്ചിൽ, ശിവരാത്രിയുടെ അന്നാണ് വെളുപ്പിന് 1:30 മണിക്ക് ഞങ്ങൾ നടക്കാൻ തുടങ്ങി. ക്രിയായോഗ സെൻറ്ററിലാണ് താമസിച്ചത്. സെക്ടർ 19 ആണെന്ന് സെക്ടർ 19 അവിടെ നിന്ന് നമ്മൾ നേരെ സത്യത്തിൻ്റെ ക്രിയായോഗ സെൻറ്ററിലാണ് നമ്മൾ അവിടെ സ്റ്റേ ചെയ്തത്, ടെൻറ്റിൽ. അവിടെ നിന്ന് നേരെ ഞങ്ങൾ 1:30 മണിക്ക് നടക്കാൻ തുടങ്ങിയിട്ട് 5 മണി വരെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം തിരക്ക് വരുമ്പോൾ ഇവർ പാലങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും തിരക്ക് കണ്ടു കഴിഞ്ഞാൽ ഇവർ പാലടയ്ക്കും. കാരണം വേറെ റിസ്ക് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ നടന്ന് ഓരോ പാലം, അങ്ങനെ ഒരു 5-6 പാലം ക്രോസ് ചെയ്തതിന് ശേഷമാണ്, കവർ ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾക്ക് അപ്പുറത്തേക്ക് കിടക്കാൻ പറ്റിയത്. അങ്ങനെ കിടന്ന് വീണ്ടും ഈ ഘാട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരു എനർജി പ്രസൻസ് അവിടെ എക്സ്പീരിയൻസ് ചെയ്തിരുന്നു. പക്ഷേ കുട്ടികൾ പറഞ്ഞു മെയിൻ ഘാട്ടിലേക്ക് തന്നെ പോകണം എന്ന് പറഞ്ഞു. എൻ്റെ ഇത് നമ്മൾ അങ്ങ് പോയി. അവർക്ക് അവിടെ തന്നെ മുങ്ങണമെന്ന് പറഞ്ഞാൽ. പക്ഷേ അവിടെ എത്തിയപ്പോഴേക്കും 5 മണിയായി. 5 മണിക്ക് ശിവരാത്രിയുടെ അന്നായതുകൊണ്ട് അവിടുത്തെ പോലീസുകാർ നമ്മളെ വിട്ടില്ല. നമ്മളവിടുത്തെ മെയിൻ ആളവരെ കണ്ടു. DGP അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ശിവരാത്രി ആയതുകൊണ്ട് ഇനി ഒരാളെയും കടത്തിവിടില്ല, ഗുരുകളെ വരെ കടത്തിവിടില്ല എന്ന് പറഞ്ഞു. അത്രയ്ക്ക് സ്ട്രിക്റ്റ് ഓർഡറാണെന്ന് പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് തിരിച്ച് ബാക്കോട്ട് വന്നപ്പോൾ നേരത്തെ കിട്ടിയ അതേ പൊസിഷനിൽ തന്നെ നമുക്ക് എനർജി പ്രസൻസ് എക്സ്പീരിയൻസ് ചെയ്യും. നമ്മൾ ആ ഘാട്ടിൽ കാര്യം സരസ്വതി എമർജ് ചെയ്യണത് കുറേ മാറിയിട്ടായിരുന്നു, ആ മെയിൻ ഘാട്ടിലായിരുന്നു. പക്ഷേ ബാക്ക് വന്നപ്പോൾ നമുക്ക് ശിവനും പാർവതിയും, ഗംഗ, യമുന, സരസ്വതി, അഗസ്ത്യ ഋഷി ഇത്രയും പേരെ പ്രസൻസ് അവിടെ എക്സ്പീരിയൻസ് ചെയ്തു. ആ സെയിം പോയിന്റിൽ നമ്മളെല്ലാവരെയും മുക്കി അവരുടെ ആ എനർജി പ്രസൻസ് അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യും. കുറേ പേർക്ക് അവരെ ലൈവായിട്ട് അവർക്ക് ദർശനം കിട്ടുകയും ചെയ്തു. അതാണ് ശിവരാത്രിയുടെ മെയിൻ
മുങ്ങിയതിൻ്റെ ഉള്ള ആ ഒരു പ്രയാഗ്രാജിൽ മുങ്ങുന്നതിൻ്റെ ഗുണം. അപ്പോൾ എല്ലാവരും വിചാരിക്കും എന്തിനാണ് ഈ ഇത്രയും ദൂരം പോയിട്ട് വെറുതെ വെള്ളത്തിൽ മുങ്ങാനാണോ നിങ്ങൾ പോകണമെന്ന് വിചാരിക്കും. ശരിക്കും സ്ഥൂലഭാവത്തിൽ പോകുന്ന ആൾക്കാർക്ക് ശരിയാണ്. അവർ ചെന്ന് കാണുന്നത് വെറും വെറുതെ വെള്ളം ഒഴുകുന്നു, വെറുതെ മുങ്ങുന്നു, പോരുന്നു, കുറേ ഫോട്ടോ എടുക്കുന്നു, പോരുന്നു. ഇതല്ല അവിടുത്തെ ആക്ച്വാലിറ്റി. ഇത് നിങ്ങൾ സൂക്ഷ്മ ലെവലിൽ നിങ്ങൾ കാണുമ്പോഴാണ് യഥാർത്ഥത്തിൽ എന്തിനു പോകുന്നു എന്നും എങ്ങനെയാണ് ആ എനർജി പ്രസൻസ് അവിടെ ഫീൽ ചെയ്യുക എന്നും മനസ്സിലാവുന്നത്. ബ്രഹ്മമുഹൂർത്തത്തിൽ നമുക്ക് എല്ലാ ഋഷി പരമ്പരകളിൽപ്പെട്ട ആൾക്കാരും ദേവീദേവന്മാരും എല്ലാവരും ലൈവായിട്ട് നമുക്കവിടെ കാണാൻ പറ്റും. അത് നിങ്ങളുടെ കണ്ണ് തുറക്കുന്നതിനനുസരിച്ചിട്ടും പല ഡയമെൻഷൻസിൽ നിങ്ങൾ നിൽക്കുന്നതനുസരിച്ചിട്ടാണ് ഓരോ വ്യക്തിക്കും ഓരോ ലെവലിൽ കാണാൻ പറ്റും. അപ്പോൾ അതാണ് അവിടുത്തെ പ്രത്യേകത. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിച്ചില്ലെന്ന് വിചാരിക്കും, എന്നാലും ആ ഊർജത്തിൻ്റെ പ്രസൻസ് അവിടെയുണ്ട്. പിന്നെ എത്രയോ നാളുകളായിട്ട് ഒരാളെയും കാണാണ്ട് ഹിമാലയൻ താഴ്വരയിലേക്ക് ഇരിക്കുന്ന കുറേ അഘോരികളും നാഗസന്യാസിമാരും അവിടെയുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ എനർജി പ്രസൻസ് അവിടെ ലൈവാണ്. ആ ഒരു അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരു പ്രത്യേക വൈബാണ്. നമ്മളവിടെ മെഡിറ്റേഷനും ചെയ്താലും ചെയ്തില്ലെങ്കിലും വെറുതെ അതിലിങ്ങനെ നടക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിലൂടെ ഇങ്ങനെ ഓരോ ടൈപ്പ് ഓഫ് എനർജി ഇങ്ങനെ ട്രാൻസ്ഫറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് അവിടുത്തെ പ്രത്യേകത. അപ്പോൾ അത് അവിടെ ചെന്നാൽ മാത്രമേ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു ഡയമെൻഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നവർക്ക് മാത്രമേ ഇത് എക്സാക്റ്റായിട്ട് എന്താണ് നടക്കുന്നതെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ പറയും ഇവിടെയുള്ളവർ പലരും പറയും ഈ തുണിയില്ലാത്ത കുറേ സന്യാസിമാരെ കാണാനാണ് അവിടെ പോകുന്നത്. അതല്ല, അവരുടെ എനർജി പ്രസൻസ്. പിന്നെ ചിലവർ ഇവിടെ കംപ്ലയിൻറ്റ് ചെയ്യുന്നുണ്ട്, അവരെന്തിനെ പിടിച്ച് അടിക്കണം, ചിലവരൊക്കെ പിടിച്ച് അടിക്കുന്നുണ്ട്, എന്താണ് അവർക്ക് ബോധമില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇവിടെ നാട്ടിൽ വന്നപ്പോൾ. അത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ എല്ലാവരും ഈ സ്ഥൂലഭാവത്തിൽ നിന്നിട്ടാണ് ഇതെല്ലാം കാണുന്നത്. നമ്മുടെ ഈ നോർമൽ ഐ, നമ്മുടെ ഈ കണ്ണുകൊണ്ട് കാണുന്നതാണ് നിങ്ങൾ കാണുന്നത്. പക്ഷേ ഇതിൻ്റെ രണ്ട് വേറെ വശങ്ങളുണ്ട്. സ്ഥൂലഭാവവും സൂക്ഷ്മഭാവവും കാരണഭാവവും. നിങ്ങൾ സ്ഥൂലഭാവത്തിൽ നിന്ന് കാണുന്നതുകൊണ്ട് നിങ്ങൾക്കത് വെറും മിസ്റ്റേക്കായിട്ട് തോന്നും. പക്ഷെ അവർ കാണുന്നത് നിങ്ങളുടെ സൂക്ഷ്മഭാവവും കാരണഭാവവും. അപ്പോൾ അതിനകത്ത് ഇഷ്ടംപോലെ നിങ്ങളുടെ കാർമിക് എഫക്റ്റ്. എന്തിനാണ് അങ്ങോട്ട് പോകുന്നത്? നിങ്ങളുടെ കർമ്മം കത്തിച്ച് കളയാനും അവിടെ മുങ്ങി നിങ്ങൾ പരിശുദ്ധിയാവാനും വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ നിങ്ങളെ അടിക്കുന്നത് നിങ്ങളുടെ കാരണശരീരത്തിലും സൂക്ഷ്മ ശരീരത്തിലും കണ്ടമാനം ഇമ്പ്യൂരിറ്റീസ് അവിടെ കിടക്കുന്നത് അത് തുടച്ച് കളയാനും കത്തിച്ച് കളയാനും വേണ്ടിയിട്ടാണ് അവർ ചിലവർ ഉപദ്രവിക്കുന്നത്. അത് നിങ്ങൾക്കത് ഉപദ്രവമായിട്ട് തോന്നും. ആക്ച്വലി സംഭവിക്കുന്നത് അതാണ്. ആ സൂക്ഷ്മഭാവത്തിൽ കാണുന്ന ആ വൃത്തികെട്ട ആ ഒരു എനർജി ലെവൽസ് നിങ്ങളുടെ ബോഡിയിലുള്ള ഓറയിലുള്ളതും കാണപ്പെടുന്ന ആ ഊർജത്തെ അവർ എടുത്തു കളയുകയാണ്. അപ്പോൾ അത് നിങ്ങളെ അടിച്ചോ തലോടിയോ തൊട്ടോ ചിലപ്പോൾ പുറത്തൊക്കെ ഇട്ട് 2 അടിയെന്നൊന്നൊക്കെ തിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ചിലർ വന്നിട്ട് വടിക്കടിക്കുമെന്ന് പറയണം. ഇതൊക്കെ നിങ്ങളുടെ കർമ്മം കത്തിച്ച് കളയുന്നതാണ്. അല്ലാതെ അവിടെ ഇവിടെ പറയുന്ന പോലെ ബുദ്ധിയില്ലാത്ത സ്ഥിരതയില്ലാത്തവരെല്ലാവരും. അപ്പോൾ അത് മനസ്സിലാക്കുക. മേ ബി കുറച്ച് പേര് അങ്ങനെ ഗഞ്ചയൊക്കെ അടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അവരത് ആ ഒരു ചില ആ ഒരു സെക്ടർ അങ്ങനെയുണ്ട്. ആ കെമിക്കൽ ഇതിനകത്ത് ധ്യാനത്തിലിരുന്ന് അവർ എൻജോയ്മെൻറ്റ് നേടുന്ന ആൾക്കാരുണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നൊന്നുമില്ല. പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ നല്ല ധ്യാനത്തിലുള്ള ഇഷ്ടംപോലെ നാഗസന്യാസിമാരും അഘോരികളുമുണ്ട്. അപ്പോൾ അവരുടെ ആ വൈബിൽ നിൽക്കുക, നമ്മൾ അവരുടെ എനർജി എക്സ്പീരിയൻസ് ചെയ്യുക. ഇതാണ് യഥാർത്ഥത്തിൽ ഈ കുംഭമേളയ്ക്ക് പോകുന്നതിൻ്റെ ഗുണം. അപ്പോൾ ആ ഡേറ്റിന് ഞങ്ങൾക്ക് മാത്രമേ അന്ന് ബ്രഹ്മമുഹൂർത്തത്തിൽ സ്നാനം ചെയ്യാൻ സാധിച്ചുള്ളൂ. അപ്പോഴേക്കും അവിടെ എന്തോ ചെറിയ കുറച്ച് പേര് അവിടെ മരണപ്പെടുകയോ അങ്ങനെയൊക്കെ ഉണ്ടായി. അപ്പോൾ അങ്ങനെ ആ ഘാടകൾ തീരുമാനമെടുത്തു അന്നത്തെ കുംഭസ്നാനം ക്യാൻസൽ ചെയ്യാം. അപ്പം മെയിൻ ഘാട്ടുകളെല്ലാം അവരടച്ചു. അപ്പം ഞങ്ങൾ ആ കറക്റ്റ് 3 മണിക്ക് അവിടെ വെളുപ്പിനെത്തിയ കാരണം ആ 3 തൊട്ട് 3:15 വരെയുള്ള സമയം ഞങ്ങൾ ആ വെള്ളത്തിൽ നിന്ന് ഞങ്ങളുടെ ബാച്ച് ബൈ ബാച്ചായിട്ട് കുട്ടികളെ അവിടെ മുക്കുകയും ആ മുങ്ങിയ കുട്ടികൾക്ക് നല്ല ദർശനം കിട്ടുക, 3 പേരുടെയും ദർശനം കിട്ടുകയും ചെയ്തു. അത് വലിയൊരു പുണ്യമായിട്ട് നമ്മൾ കണക്കാക്കുന്നു.
ഇത്രയും ദൂരത്ത് നിന്നിട്ട് നമുക്കത് സാധിച്ചതിൽ അവിടെ ഉള്ള ആൾക്കാർക്ക് വരെ സാധിക്കാത്തതാണ് നമുക്ക് കിട്ടിയത്. അതാണ് ബാബാജി പറഞ്ഞത്, ഇവിടുന്ന് പോയപ്പോൾ തന്നെ 3 മണിക്ക് നിങ്ങൾ മുങ്ങിക്കൊള്ളണം, നിങ്ങൾ ആരുമായിട്ട് ലിങ്ക് ആവരുത്, ഡയറക്റ്റ് അവിടെ പോയി മുങ്ങിയതിന് ശേഷമേ വേറെ എന്തെങ്കിലും ചെയ്യാവൂ. അതപ്പാടി തന്നെ. അപ്പോൾ ഇതൊക്കെ പ്രീ പ്ലാൻഡാണ് എല്ലാവരും. അപ്പോൾ അവിടെ നടക്കേണ്ടതായ കാര്യങ്ങൾ നടന്നു. അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് കണക്കാക്കുന്നു. അങ്ങനെ ഞങ്ങളവിടെ കുംഭസ്നാനം നടത്തി തിരിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഒരു ബാച്ച്, സെക്കൻഡ് ബാച്ച് നേരെ പോയത് അയോധ്യയിലേക്കാണ്. അയോധ്യയിൽ ശിവരാത്രിയുടെ പിറ്റേ ദിവസം അന്ന് പോയ കാരണം 18 മണിക്കൂർ ഞങ്ങൾ റോട്ടിൽ ബസ് ബ്ലോക്ക് ആക്കിയിട്ട് 18 മണിക്കൂർ അങ്ങനെ അത്രയ്ക്ക് തിരക്കായിരുന്നു. അപ്പോൾ അവർ റോഡ് ഔട്ടറിൽ തന്നെ ബ്ലോക്ക് ചെയ്തിട്ടായ കാരണം 18 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് വണ്ടി അവിടെ നിന്ന് മൂവായത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അയോധ്യ ചെന്നു. അയോധ്യയിൽ നല്ല ഭംഗിയായ ദർശനം കിട്ടി. അവിടെ മെയിനായിട്ടുള്ളത് ഹനുമാൻ്റെ ആണ്. ഹനുമാൻ സ്വാമിയുടെ മന്ത്രമുണ്ട്. ഹനുമാൻ സ്വാമി അവിടെ ലൈവാണ്. കുട്ടികളിലൊക്കെ തലയിൽ ഹനുമാൻ്റെ അമ്പലത്തിൽ പോയി തിരിച്ച് ഇറങ്ങുന്ന സമയത്ത് ഹനുമാൻ തലയിൽ കയറി ഇരുന്നിട്ട് ഭയങ്കര ഹെവി ഫീലിംഗ് ആയിരുന്നു. എത്രയോ കുട്ടികൾ ഇങ്ങനെ തലയ്ക്കുന്ന ഇങ്ങനെ ഹനുമാൻ്റെ ആ എനർജി ട്രാൻസ്മിഷൻ കുറയാണ്ട് ഇങ്ങനെ ഹെവി ആയിട്ട് ഇങ്ങനെ ലൈവായിട്ടിങ്ങനെ ആ സഹസ്രാരത്തിൽ നിൽക്കുന്ന ആ ഒരു എക്സ്പീരിയൻസ് ചെയ്തു. അത് ഇറങ്ങി പോകാൻ പറ്റാഞ്ഞിട്ട് ഞങ്ങൾ നിർത്തൂല ധ്യാനിക്കാനായിട്ട്. അവിടെ കുറച്ച് നേരം 2 മിനിറ്റ് പുറത്ത് ഇറങ്ങി ധ്യാനിച്ചു. എന്നിട്ട് പിന്നെ സ്റ്റെപ്പ് ഇറങ്ങി താഴത്തിറങ്ങി നിന്നിട്ട് ഒരു 15-20 മിനിറ്റ് ധ്യാനിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ എനർജി സ്ലോലി ഹാർട്ട് ചക്രയിൽ വന്ന് അത് ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്ത് പോയത്. അത്ര പവറിലാണ് ഹനുമാൻ അവിടെ പ്രൊട്ടക്ഷനായിട്ട് എടുക്കുന്നത്. അതേ ഹൈ എനർജി നമ്മൾ ഈവൻ ഹനുമാൻ്റെ നമ്മൾ ഒരു ബാച്ചിനെ കൊണ്ട് നമ്മൾ അപ്പോൾ ഈ അയോധ്യയിൽ നമ്മൾ പിന്നെ ശ്രീരാമക്ഷേത്രത്തിൽ പോയിരുന്നു. ശ്രീരാമക്ഷേത്രത്തിൽ നമുക്ക് ശരിക്കും ശ്രീരാമൻ്റെ എനർജി ആക്ച്വലി ആജ്ഞാചക്രയിലായിരുന്നു കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്തത്. അപ്പോൾ ആജ്ഞ നല്ല സ്ട്രോങ് ആയിട്ട് വൈബ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് തിരിച്ച് അപ്പോൾ ഈ ഹനുമാൻ്റെ എനർജി അടുത്ത ബാച്ച് നമ്മൾ അയോധ്യ പോയില്ല. ഫസ്റ്റ് ബാച്ചായിട്ട് അയോധ്യ പോയില്ല. കാരണം ഇത്രയും തിരക്കുണ്ട്, അവിടേക്ക് ചെല്ലരുതെന്ന് പുറമേ നിന്നുള്ള നിർദ്ദേശപ്രകാരം നമ്മൾ നേരെ അവിടെ നിന്ന് ജാർഖണ്ഡിലേക്ക് പോയി. ജാർഖണ്ഡിൽ ബാബാ ബൈദ്യനാഥ് ജ്യോതിർലിംഗ ക്ഷേത്രത്തിലേക്ക് പോയി. അവിടെ അദ്ദേഹത്തിൻ്റെ ജ്യോതിർലിംഗ ക്ഷേത്രത്തിൽ ബാബാ ബൈദ്യനാഥ് അവിടെ പോയി തൊഴുകയും ആജ്ഞാശാസ്ത്രമൊക്കെ നല്ല ഹൈ എൻഡായിട്ട് എക്സ്പീരിയൻസ് ചെയ്യും. അവിടെ തൊഴുത് അതിന് ശേഷം തപോവനത്തിലേക്ക് പോയത്. തപോവൻ ഹനുമാൻ്റെ ഹില്ലുണ്ട്. അവിടെയാണ് രാവണനൊക്കെ ധ്യാനിക്കാനിരുന്നതും. ഹനുമാൻ അദ്ദേഹത്തിൻ്റെ ധ്യാനം ഭംഗപ്പെടുത്തുകയും സീതാദേവി വന്ന് ഹനുമാനെ കുറ്റം പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ ഹനുമാൻ കാണിച്ചു കൊടുത്തു, ഇതെൻ്റെ മലയാണ് എന്നും പറഞ്ഞു. ആ ഗതി എടുത്തിട്ട് ഹനുമാൻ ആ മലയിൽ ഒരു അടിക്കുകയും ആ മല പിളർന്ന് ഒരു എന്താ പറയുക ഒരു 10 സെൻറ്റിമീറ്റർ 5 to 10 സെൻറ്റിമീറ്റർ സൈസിൽ ഒരു വെഡ്ജ് വരും. ആ വെഡ്ജിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ ശരിക്കും ഹനുമാൻ്റെ രൂപം അവിടെ ശരിക്കും കൊത്തി വെച്ചേക്കുന്ന മാതിരി നമുക്ക് കാണാൻ സാധിക്കും. ശരിക്കും കൊത്തി വെച്ച ആ വെഡ്ജിൻ്റെ ഉള്ളിൽ സൈഡ്ജിൽ നോക്കിയാൽ കാണാൻ സാധിക്കും. അതിൻ്റെ മുകളിൽ നമ്മൾ കയറണമെന്നുണ്ടെങ്കിൽ ശരിക്കും പല പാറക്കെട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നുഴഞ്ഞ് വേണം കയറാനായിട്ട്. പക്ഷെ നമ്മുടെ കയ്യിൽ ഇഷ്ടംപോലെ 60 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളും പുരുഷന്മാരും ഉണ്ടായിരുന്നു. ഒരു 10-20 പേരുണ്ടായിരുന്നു. അവരൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഞൊണഞ്ഞ് കയറി മുകളിൽ കയറി അവിടെ ഇരുന്ന് ധ്യാനിച്ച്. ഹനുമാൻ ലൈവാണ് അവിടെ, ചിരഞ്ജീവിയാണ്. ഹനുമാൻ്റെ എനർജി നല്ല എക്സ്പീരിയൻസ് ചെയ്യും. അപ്പോൾ ശരിക്കും നമുക്ക് അദ്ദേഹത്തിൻ്റെ ലൈവായിട്ട് നമുക്ക് നമ്മുടെ ബോഡിയിൽ കയറിയിരിക്കുന്ന ഫീല് അവിടെ ഇരിക്കുമ്പോൾ കിട്ടും ഹനുമാൻ സ്വാമിയുടെ. അപ്പോൾ അത് നിങ്ങൾക്കും പ്രദർശിക്കുന്നുണ്ടാവും ഹനുമാൻ സ്വാമിയുടെ എനർജി ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നതായിട്ട്. അപ്പോൾ അതാണ് ബാബാ ബൈദ്യനാഥും
ജ്യോതിർലിംഗ ക്ഷേത്രം. അത് കഴിഞ്ഞ് ഞങ്ങൾ ഗോരഖ്പൂർ പോയി. ഗോരഖ്നാഥ് നാഥ് പരമ്പരയുടെ ആസ്ഥാനമാണ്. നമ്മുടെ യോഗി ആദിത്യനാഥാണ് അതിൻ്റെ പ്രസിഡൻറ്റ്. അപ്പോൾ ആ നാഥ് പരമ്പരയുടെ ആസ്ഥാന മന്ദിരത്തിൽ പോയിട്ട് അവിടെ നിന്ന് ഓരോ നാഥ് പരമ്പരയിലെ യോഗീശ്വരന്മാരുടെ നവയോഗീസ് എന്നാണ് പറയുക സാധാരണ. അത് തന്നെ കുറേ പേരുണ്ടായിരുന്നു അവിടെ. അപ്പോൾ അവരുടെയൊക്കെ സ്റ്റാച്യൂസ് ഉണ്ട്. അവിടെയൊക്കെ പല പല എനർജി വൈബ്സ് ഇങ്ങനെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് അങ്ങനെ നടന്ന് അവിടെ അഖണ്ഡ ജ്യോതി, വർഷങ്ങളായിട്ടുള്ള അഖണ്ഡ ജ്യോതിയുടെ ഒരു ഇതുണ്ട്. അവിടെയാണ് ഏറ്റവും നല്ല വൈബുള്ളത്. നമ്മളവിടെ നിന്ന് കുറേ നേരം നിന്ന് അവിടെ ഇരുന്ന് ധ്യാനിച്ച് അവിടെ നിന്ന് പിന്നെ നേരെ നമ്മൾ ഗോരഖ്പൂറിൽ നിന്ന് കാശിയിലേക്ക് വന്നു, കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ. അങ്ങനെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ വന്നു. അന്ന് നല്ല മൗനമാസം കഴിഞ്ഞ് എല്ലാവരും ഇങ്ങടേക്ക് കാശിയിലേക്ക് വരുന്ന തിരക്കിലായിരുന്നു. 8 മണിക്കൂർ ഞങ്ങൾ റോട്ടിലേക്ക് വന്നതിന് ശേഷമാണ് കാശി വിശ്വനാഥനെ കണ്ടത്. അപ്പോൾ അങ്ങനെ ക്ഷേത്രത്തിൽ കയറി തൊഴുതു. അപ്പോൾ തന്നെ പുറത്തിറങ്ങേണ്ടി വന്നു, തിരക്കിൻ്റെ ഇത് വന്നു. പക്ഷേ സെക്കൻഡ് ബാച്ചിൽ അങ്ങനെയല്ലായിരുന്നു. ശിവരാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് നമ്മളവിടെ ചെന്നത് വൈകിട്ട്. ആ സമയത്തായതുകൊണ്ട് വളരെ തിരക്ക് കുറവായിരുന്നു. നമുക്ക് സുഖമായ ദർശനം 2-3 പ്രാവശ്യം കുട്ടികൾ അവിടെ ക്യൂവിൽ അവിടെ ദർശനം നടത്തി. അവിടെ ഗ്യാൻവാബി കിണറുണ്ട്. ആ കിണറിൻ്റെ അവിടെ ഇരുന്ന് അവിടെയാണ് യഥാർത്ഥ ശിവലിംഗം. അവിടെ ഇരുന്നിട്ട് ധ്യാനിക്കുകയും സപ്തർഷികൾ അഭിഷേകം ചെയ്യുന്ന ആ ഗ്യാൻവാബി കിണറിൻ്റെ ഉള്ളിലെ ശിവലിംഗത്തിൻ്റെ അവിടെ നിന്ന് ധ്യാനിച്ച് നല്ലൊരു അരമണിക്കൂറുള്ള മെഡിറ്റേഷൻ കിട്ടി. സാധാരണ അവിടെ ആരും ഇരുത്താറില്ല. എങ്ങനെയോ നമുക്ക് അങ്ങനൊരു ചാൻസ് കിട്ടി. അവിടെ ഇരുന്ന് ധ്യാനിക്കാൻ സാധിച്ചു. പിന്നെ നമ്മൾ ഫസ്റ്റ് ബാച്ച് ചെയ്ത മെയിൻ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് ബോട്ടെടുത്ത് അപ്പുറത്തെ കരയിൽ പോയിട്ട് നമ്മൾ ആ ഊർജ്ജ സെൻറ്റർ എവിടെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ നിന്നിട്ട് നമ്മുടെ 53 പേരിൽ ഒരു 45 പേരും 45 തുടങ്ങി ഒരു 48 പേരോടത്തോളം പിണ്ടസ്നാനം ചെയ്തു. അത് സൂക്ഷ്മത്തിലാണ് ചെയ്തത്. ആ സൂക്ഷ്മത്തിൽ ധ്യാനത്തിലിരുന്നുകൊണ്ട് പിണ്ടസ്നാനം ചെയ്തു. പിണ്ടസ്നാനം മുങ്ങി, പുഴയിൽ വന്ന് മുങ്ങി പിണ്ടസ്നാനം ചെയ്ത് വീണ്ടും മുങ്ങി, വീണ്ടും എനിക്ക് തോന്നുന്നു ഒരു 45 പേരോടത്തോളം ആത്മപിണ്ഡം ഇട്ടു. സുപിണ്ഡം, സ്വന്തം ആത്മാവിന് വേണ്ടിയിട്ട് ആത്മപിണ്ഡം ഇട്ടു. ഇതിടുന്ന സമയത്ത് നമ്മുടെ കുട്ടികൾക്ക് അവനവൻ്റെ സ്വന്തം ആത്മാവ് പുറത്ത് വന്നു തിരിച്ച് ശരീരത്തിൽ കയറുന്ന ഒരു എക്സ്പീരിയൻസ് കുറേ പേർക്ക് കിട്ടി. കുറേ പേർക്ക് ആത്മാക്കളെ വിളിച്ചു വരുത്തിയപ്പോൾ ഫുൾ എനർജി പ്രസൻസ് കിട്ടി. ചിലർക്ക് ആ ആത്മാക്കളെ തന്നെ കാണാൻ തന്നെ സാധിച്ചു. അപ്പോൾ ഇതാണ് അവിടെ ആത്മപിണ്ഡം അല്ലെങ്കിൽ സ്വപിണ്ഡം ഇട്ട് അതോടുകൂടി നമ്മുടെ എല്ലാ കണക്ഷൻസും കട്ടായി. എല്ലാ സ്പിരിച്വലായിട്ടുള്ള കണക്ഷൻസും അല്ലാതെയുള്ള കണക്ഷൻസും കട്ടായി. ശരിക്കൊരു പുതിയ കുട്ടിയുടെ ജനനം പോലെയായി. അങ്ങനെ എല്ലാവർക്കും ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈവൻ ഞങ്ങൾ തമ്മിലുള്ള കണക്ഷൻ വരെ ഗുരു ശിഷ്യ ബന്ധം പോലെ ക്രിയായോഗ സ്റ്റുഡൻസിൻ്റെ കണക്ഷൻ വരെ കട്ടായി. എൻ്റെ ഗുരു പരമ്പരയായിട്ടുള്ള കണക്ഷൻസും കട്ടായി. എല്ലാ കണക്ഷൻസും കട്ടായി. അങ്ങനൊരു സിറ്റുവേഷനാണ് ആത്മപിണ്ഡത്തിന് ശേഷം. പിന്നെ തിരിച്ച് റീകണക്ട് ചെയ്തു. ഇവിടെ വന്നതിന് ശേഷം റീകണക്ട് ചെയ്തിട്ടാണ് ഗുരു പരമ്പരയായിട്ടുള്ള ലിങ്ക് കിട്ടിയത്. അങ്ങനെയാണ്. അപ്പോൾ ശരിക്കും ഒരു പുതിയ ഒരു ജന്മം തന്നെയാണ് ആത്മപിണ്ഡത്തിന് ശേഷം മിക്കവർക്കും എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇപ്പോഴും കുട്ടികൾ പറയുന്നുണ്ട് ആരുമായിട്ട് അങ്ങനെ കണക്ഷൻ വരുന്നില്ല. പലരെയും കാണുമ്പോൾ പുതിയതുപോലെ തോന്നുന്നു. പുതിയ ഓരോ സ്ഥലം കാണുമ്പോഴും എന്തോ ഒരു പുതിയ ഇതായിട്ട് കണ്ടിട്ടുണ്ടാവും എന്നൊരു പരിചയമില്ലാത്ത പോലെ ഫീൽ ചെയ്യുന്നു. അങ്ങനെയുള്ള എക്സ്പീരിയൻസ് കുട്ടികൾ ഷെയർ ചെയ്യുന്നുണ്ട് ഇപ്പോഴും. അങ്ങനെയാണ് ആത്മപിണ്ഡം സുപിണ്ഡപ്പെട്ടത്. അങ്ങനെ എല്ലാ ആത്മാക്കളും ഞങ്ങൾ വിളിച്ചു വരുത്തിയും
അവരെല്ലാവർക്കും മോക്ഷപ്രാപ്തിക്കുള്ള സൂക്ഷ്മത്തിൽ ഒരാഴ്ചക്കുള്ളിൽ അവർക്ക് ശരീരം റീബർത്ത് കിട്ടാവുന്ന രീതിയിലുള്ള എനർജി സൂക്ഷ്മത്തിൽ ചെയ്തത്. ഒരു 10% പേര് മാത്രം 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ചയ്ക്കുള്ളിൽ അവർക്ക് ശരീരം കിട്ടും. 90% പേർക്കും ഒരാഴ്ചക്കുള്ളിൽ ശരീരം കിട്ടാവുന്ന റീബർത്ത് കിട്ടാവുന്ന രീതിയിലാണ് പ്രോസസ്സ് ചെയ്ത് വെച്ചത്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസം ഗയയിലേക്ക് പോയി. അപ്പോൾ കാശി തന്നെ പിന്നെ അവിടെ കറങ്ങി നമ്മൾ അവിടെ കുറച്ച് അമ്പലങ്ങളിലൊക്കെ പോയിരുന്നു. തിൽപ്പണ്ടേശ്വർ, മലയാളികളുടെ അമ്പലം തിൽപ്പണ്ടേശ്വറിൽ പോയിരുന്നു. സ്വാമിനെയൊക്കെ കണ്ട് അഭിഷേകമൊക്കെ ചെയ്തു. ശിവലിംഗത്തിൽ വലിയ ശിവലിംഗമാണ് തിൽപ്പണ്ടേശ്വറിലുള്ളത്. അവിടെ പഴയ 10,000-3000 വർഷം പഴക്കമുള്ള അമ്പലമാണത്. അപ്പോൾ അവിടെ പോയി നമ്മൾ അഭിഷേകമൊക്കെ വെച്ച് നമുക്ക് സ്വയം അഭിഷേകം ചെയ്യാം. അവിടെയൊക്കെ ചെയ്തു. പിന്നെ തിരിച്ച് നമ്മൾ പോയത് ഗയയിലേക്കാണ്. അപ്പോൾ ഇവിടെ പെണ്ണൊട്ടതിന് ശേഷം പിന്നെ അവിടെയും നാരായണനാണ്. അപ്പോൾ അവിടെ പോയി വീണ്ടും ഗയയിൽ നദിക്കരയിൽ പോയിട്ട് നമ്മൾ വീണ്ടും ആത്മപിണ്ഡം ഇടുക ചെയ്തു. അപ്പോൾ ഇവിടെ കിട്ടാത്ത കുറച്ച് സോൾസ് അവിടെ ഉണ്ടായിരുന്നു. അത് നമ്മൾ എല്ലാവരും ഇരുത്തി ഞാൻ തന്നെ ധ്യാനത്തിലിരുന്ന് പെട്ടെന്ന് എല്ലാത്തിനും പിടിച്ച് അവർക്ക് മോക്ഷപ്രാപ്തി കൊടുക്കുകയും സ്വപിണ്ഡം വീണ്ടും ഒന്നുകൂടി ഇടുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ എല്ലാവരെയും പുനർജന്മമായിട്ട് നമ്മൾ കാശിയിലും ഗയയിലും ആത്മപിണ്ഡോട്ട് പുതിയൊരു ആളായിട്ട് തിരിച്ചു വന്നു. അതാണ് ഗയയിലെ ഒരു. അതിനുശേഷം നമ്മൾ ബോധ്ഗയയിലേക്ക് പോയി. ബോധ്ഗയയിൽ പോയിട്ട് ബുദ്ധൻ്റെ ആ സമയത്ത് അവിടെ ചെന്നപ്പോൾ എന്തോ അവരുടെ ഇൻ്റർനാഷണൽ എന്തോ ഒരു സെഷൻ നടക്കുകയായിരുന്നു. അതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ബുദ്ധ സന്യാസിമാർ അവിടെ ഉണ്ടായിരുന്നു. അവരെന്തൊക്കെയോ പ്രാർത്ഥന ചൊല്ലുന്നുണ്ടായിരുന്നു അവരുടെ ലാംഗ്വേജിൽ. നല്ലൊരു വൈബായിരുന്നു അവിടെ. അതായിരുന്നു ചുറ്റും ആ പ്രദേശം മൊത്തം ആൾക്കാരിങ്ങനെ അവിടെ ഇരുന്ന് ഇങ്ങനെ ഓരോ മരത്തിൻ്റെ ഇടയിലും ഒക്കെ ഇരുന്ന് ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുക 4 സൈഡിൽ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ദർശനം കിട്ടി. അവിടെ ബുദ്ധൻ എല്ലാ 7 പോയിൻറ്റ്സിലും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണല്ലോ സമാധിയിലേക്ക് പോയത്. ആ 7 സ്റ്റെപ്പ് നമ്മൾ നിന്ന് ഓരോ ചക്ര ആക്ടിവേഷൻ ആകുന്നതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തു. അങ്ങനെ ബോധ്ഗയയിൽ നിന്ന് പിന്നെ ഞങ്ങൾ പോകുന്നത് റാഞ്ചിയിലേക്കാണ്. റാഞ്ചിയിൽ YSSൻ്റെ ആശ്രമത്തിലേക്ക്. റാഞ്ചിയിൽ YSSൻ്റെ ആശ്രമത്തിൽ ഞങ്ങൾ വൈകിയ ചെന്ന് 7 മണി എത്തിയപ്പോഴേക്കും. കാരണം അത്രയും സമയമെടുത്ത് വണ്ടി ഓടിയെത്താനായിട്ട്. അങ്ങനെ YSSൻ്റെ ആശ്രമത്തിൽ കയറി അവിടെ ചെന്ന് നമ്മൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനനുസരിച്ചിട്ട് സ്വാമി വെയിറ്റ് ചെയ്തു. ഞങ്ങൾക്ക് എല്ലാ ദർശനവും അവിടെ എല്ലാ റൂംസും തുറന്ന് സ്വാമി കാണിച്ചു തരികയായിരുന്നു. അത് നമ്മുടെ ഒരു വലിയ അനുഗ്രഹമാണ്. യോഗാനന്ദ കിടന്ന സ്ഥലവും എല്ലാ യൂസ് ചെയ്ത ആർട്ടിക്കിൾസും എല്ലാം തുറന്ന് വീണ്ടും ഞങ്ങളെ കാണിച്ചു തന്നു. ഞങ്ങൾ അവരൊപ്പം ഇരുന്ന് ധ്യാനിച്ചു. അങ്ങനെ നല്ലൊരു അനുഭവം അവിടെ നിന്ന് കിട്ടി. അങ്ങനെ അതാണ് YSSൻ്റെ അവിടെ എല്ലാം കൂടുതലും ഓരോ സ്ഥലത്തും യോഗാനന്ദൻ്റെ ഹാർട്ട് ചക്രയിലാണ് കൂടുതൽ ആക്ടിവേഷൻ വന്നത്. ഹാർട്ട് ചക്രയും ആജ്ഞാചക്രയാണ് അവിടെ ഹോളിലും അദ്ദേഹത്തിൻ്റെ റൂമുകളിലൊക്കെ കൂടുതൽ വൈബ് അടിച്ചുകൊണ്ടിരുന്നത്. ആ 2 ചക്രാസാണ്. അങ്ങനെ പിന്നെ പോയത് പുരിയിലേക്കാണ്. പുരി ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് പോയി. ഫസ്റ്റ് തന്നെ അവിടെ തൊഴുതു. പുരിയിൽ ജഗന്നാഥൻ്റെ നല്ല വൈബായിരുന്നു. ഹാർട്ട് ചക്ര ആക്ടിവേഷൻ നന്നായിട്ട് കിട്ടി. അങ്ങനെ ആക്ച്വലി കൂടുതലും നമുക്ക് എനർജി അവിടെ പ്രസൻസ് ഫീൽ ചെയ്തത് പുറത്ത് നിന്നപ്പോഴാണ്. പുറത്ത് നിന്ന് നമ്മളാ നടന്ന് വരുമ്പോൾ തന്നെ എല്ലാ ചക്രയും ആക്ടിവേഷൻ ആവാണ്. റോട്ടിൽ നിന്ന് തന്നെ വരുമ്പോൾ തന്നെ ആ വൈബ് ഭയങ്കരമായിരുന്നു. അങ്ങനെ അമ്പലത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ എല്ലാ ചക്രയും ആക്ടിവേഷനായി ഫുൾ ബോഡി ചാർജായിരുന്നു.
അങ്ങനെയാണ് പുരിയിൽ ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. നല്ല നല്ല എനർജി പ്രസൻസ് ഉള്ള ഏരിയ. അത് കഴിഞ്ഞ് ഞങ്ങൾ അവൻ്റെ തൊട്ടടുത്ത് യുക്തേശ്വർ ഗിരിയുടെ സമാധി ഉണ്ടായിരുന്നു. ആ യുക്തേശ്വർ ഗിരിയുടെ സമാധി സ്ഥലത്ത് പോയി ഒരല്പം വൈകിപ്പോയി. അവിടെ അവർ അടച്ചു പോയിരുന്നു. കാരണം ഇവിടെ പുരിയിൽ കുറച്ച് നേരം സമയം എടുത്തു. അവിടെ പൂജാകർമ്മ ആയതുകൊണ്ട് കുറച്ച് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് ഭക്ഷണവും കഴിച്ചിട്ടാണ് നമുക്ക് അവിടെ അന്നദാനമുണ്ട്. അതും കഴിച്ചിട്ട് അവിടെ അന്നദാനം നടത്തുന്നത് ഓരോരോ കുടത്തിലാണ് അവർ ചോറ് വയ്ക്കുന്നത്. ചോറും സാമ്പാറും ഒക്കെ വയ്ക്കുന്നത് ഓരോരോ കുഞ്ഞു കുഞ്ഞു കുടത്തിലാണ്. അപ്പം ഇങ്ങനെ ഓരോ കുടം തീരുന്നതനുസരിച്ചിട്ട് അടുത്ത കുടത്തിൽ കുറച്ച് ചോറും കുറച്ച് സാമ്പാറും ഒക്കെ വച്ച് അങ്ങനെ അതൊരു നല്ല സ്റ്റൈൽ, നല്ലൊരു അനുഭവമാണ് അത് കാണുന്നത്. അങ്ങനെ അവിടെ നിന്ന് കഴിച്ച് അത് കഴിഞ്ഞ് പിന്നെ ശങ്കരമഠത്തിൽ കയറി. 4 മഠങ്ങളിൽ, ശങ്കരൻ്റെ 4 മഠങ്ങളിൽ ഒന്ന് പുരിയിലാണ്. അപ്പോൾ അവിടെ പോയി അവിടെ ലക്ഷ്മി ദേവിയുടെ നല്ല എനർജി ഉണ്ടായിരുന്നു. ശങ്കരാചാര്യരെയും ശിവൻ്റെയും നല്ല ഒരു വൈബായിരുന്നു അവിടെ. ശങ്കരമഠത്തിൽ ചെന്ന് അവിടെ നമ്മൾ കുറച്ച് നേരം ഇരുന്ന് അവരോട് സംസാരിച്ചു. സ്വാമിജി ഉണ്ടായിരുന്നില്ല. അവിടെയുള്ള ഓഫീസിൽ നമ്മൾ കുറച്ച് നേരം സംസാരിച്ചിട്ടാണ് വന്നത്. അങ്ങനെ ശങ്കരമഠത്തിൽ കയറി. പിന്നെ തിരിച്ചത് നമ്മൾ തിരുവണ്ണാമലയിലേക്കാണ്. തിരുവണ്ണാമലയിൽ വന്നു. തിരുവണ്ണാമലയിൽ നമ്മൾ അവിടെ അരുണാചലഗിരിയുടെ അടുത്ത് പോയി. അരുണാചലഗിരിയുടെ അടുത്ത് ഇരുന്ന് കുറേ നേരം ഇരുന്ന് ധ്യാനിക്കാൻ സാധിച്ചു. അങ്ങനെ ഫയറാണ്. പഞ്ചതത്വത്തിൽ അവിടെ അഗ്നിയാണ്. അതുകൊണ്ട് ഭയങ്കര എനർജി വൈബ്രേഷനാണ് അതിൻ്റെ ഉള്ളിൽ. ചൂട് ഭയങ്കര ഹീറ്റാണ് അതിൻ്റെ അകത്ത്. ആ ശ്രീകോവിലിൻ്റെ അവിടേക്ക് ചെല്ലുമ്പോഴേക്കും ഭയങ്കര ചൂട് തോന്നിക്കാൻ പറ്റും. ഈവൻ നിങ്ങൾ ആ ഭിത്തിയുമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒക്കെ കരിക്കട്ട കളറിലായിരിക്കുന്നത്. അത്ര ഹീറ്റ് എമിഷൻ വന്നിട്ട് അത്ര ഊർജ്ജമാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. അഗ്നിതത്വമാണ് അരുണാചലേശ്വരം. അങ്ങനെ നമ്മൾ വന്നിട്ട് ആജ്ഞാസഹസ്രാരമാണ് കൂടുതൽ അഗ്നി എന്താണ് നമ്മുടെ മണിപ്പൂര ചക്രയാണ്, സോളാർ പ്ലക്സസ്. മണിപ്പൂര ചക്രയാണ് അവിടെ ആക്ടിവേഷൻ വരിക. അപ്പോൾ മണിപ്പൂരയിൽ നല്ല അടിക്കുന്നതാണ് മറ്റേ വയറ്റിലിരുന്നിട്ട് അവിടെ ചെല്ലുന്നു. അതാണ് അഗ്നിതത്വത്തിൻ്റെ പ്രത്യേകത അവിടെ അരുണാചലേശ്വരം. അത് കഴിഞ്ഞ് രമണ മഹർഷിയുടെ ആശ്രമത്തിൽ പോയി അവിടെ അദ്ദേഹത്തിൻ്റെ സമാധി സ്ഥലത്തിരുന്ന് കുറേ നേരം ധ്യാനിച്ച് നല്ല വൈബായിരുന്നു. രമണ മഹർഷിയായിട്ട് നമുക്ക് ഇങ്ങനെ ലൈവ് അദ്ദേഹമായിട്ട് ദർശനം തരാറുണ്ട്. അങ്ങനെ നമുക്ക് സൂക്ഷ്മത്തിൽ അദ്ദേഹമായിട്ടിരുന്ന് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ലൊരു വൈബ് കിട്ടി. അവിടെ ഇരുന്നിട്ട് കുറച്ച് നേരം ഇരുന്ന് ധ്യാനിച്ചതിന് ശേഷം തിരിച്ച് ഞങ്ങൾ നാട്ടിലേക്ക് വന്നു. ഇതാണ് നമ്മുടെ കുംഭമേള 2025. ആദ്യം 51 പേരെ കൊണ്ട് മൗനി അമാവാസ്യയുടെ സമയത്തും ജാനുവരി പോയി. പിന്നെ ശിവരാത്രിക്ക് ഫെബ്രുവരിയിൽ അടുത്ത ബാച്ചിന് വീണ്ടും 52 പേരുമായിട്ട് അടുത്ത ബാച്ചിൽ പോയി. അത്രയും പേരെ കൊണ്ട് നമ്മൾ പോവുകയും കുട്ടികൾക്ക് ശരിക്കും ഇത് ക്രിയായോഗ സ്റ്റുഡൻസിന് ഇതൊരു പ്രാക്ടിക്കൽ സെഷനായിരുന്നു. ബസ്സിൽ മുഴുവൻ മിക്കവാറും സമയം നമ്മൾ സത്സംഗിലായിരുന്നു. ഓരോ സത്സംഗ് ചെയ്ത് ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ പോലെ മൈക്കിലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്യും. അവരൊക്കെ മൊത്തത്തിൽ ഒരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് സെഷനായിട്ട് മാറിയത്. അതാണ് ഈ യാത്രയുടെ ഏറ്റവും വലിയ സവിശേഷത. എല്ലാം അവർ എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശ ലക്ഷ്യം ഉണ്ടായത്. അത് ഒരു 80-90% വരെ സക്സസ് ആയെന്നാണ്. 100% എല്ലാവർക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. കാരണം ഓരോരുത്തരും ഓരോ ലെവലിലാണ് നിൽക്കുന്നത്. ആ ലെവലനുസരിച്ചിട്ടേ അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും അത് സാധിക്കില്ല. അത് അവരവരുടെ കഴിവനുസരിച്ചിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് കുറച്ച് പേർക്കെങ്കിലും കുറേ പേരെങ്കിലും ഭൂരിഭാഗം പേർക്കും കുറേയൊക്കെ എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട് ഈ യാത്രയിൽ. അതാണ് നമ്മുടെ ഇതിൻ്റെ ഒരു ഉദ്ദേശ ലക്ഷ്യം. പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ക്ലാസ്, മൂവിങ് ക്ലാസ്, അതാണ് ഈ യാത്ര കൊണ്ട് ഉദ്ദേശിച്ചത്. അത് ഭംഗിയായിട്ട് നടക്കാൻ സാധിച്ചു.
ഗുരു പരമ്പരയിൽ അഗസ്ത്യ ഋഷിയും ബാബാജിയും വണ്ടിയിൽ ഇങ്ങനെ ലൈവായിട്ട് ഇങ്ങനെ വരെയും പോയി ചെയ്തിരുന്നു. നമ്മൾ ഓരോ അമ്പലമെത്തുമ്പോഴും എത്രയോ ഒരു 100 കിലോമീറ്റർ 200 കിലോമീറ്റർ മുമ്പേ ആ അമ്പലങ്ങളുമായിട്ട് നമുക്ക് നമ്മുടെ വണ്ടിയുമായിട്ട് കണക്ഷൻ ആവുമായിരുന്നു. അതാണ് അതിൻ്റെ പ്രത്യേകത. മല്ലികാർജുന ക്ഷേത്രത്തിലേക്കാണെങ്കിലും ചിദംബരത്തേക്കാണെങ്കിലും നമ്മളവിടെ എത്തണതിന് എത്രയോ കിലോമീറ്റർ മുമ്പേ അവിടുത്തെ ലൈവ് കണക്ഷൻ നമ്മുടെ വണ്ടിയുമായിട്ട് വരും. എനർജി പ്രസൻസ് അപ്ലൈ നമുക്ക് വണ്ടിയിലിരുന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമായിരുന്നു കുട്ടികൾക്ക്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അവിടെ തുടങ്ങി ആ അമ്പലത്തിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് അർത്ഥം. അവർ നമ്മളെ ടേക്ക് കെയർ ചെയ്യും. അതാണ് ആ ഒരു വൈബിൻ്റെ പ്രത്യേകത. അപ്പോൾ അങ്ങനെ ഇതെല്ലാം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് കുട്ടികളെ കൊണ്ട് എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കാനും കുറേയൊക്കെ സാധിച്ചിട്ടുണ്ട്. ഇതാണ് ക്രിയായോഗ സ്റ്റുഡൻസിൻ്റെ കുംഭമേള ട്രിപ്പിൻ്റെ രത്നച്ചുരുക്കം. നമസ്കാരം. ഇതിന് നമ്മുടെ കുട്ടികളൊക്കെ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഒപ്പം ഇതെല്ലാം ട്രിപ്പ് അറേഞ്ച് ചെയ്യാനും എല്ലാത്തിനും പലരും നമ്മൾക്ക് സഹായം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കുട്ടികളിൽ കുറേ പേര് നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ലൈക്ക് അരുൺ കാൽക്കുലേഷൻസ് മൊത്തം അദ്ദേഹമായിരുന്നു ട്രിവാൻഡ്രത്ത് നിന്നൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇവിടെ അഖിൽ, സിനോയ് ഇവരൊക്കെ ഇവിടെ ലൈവായിട്ട് എല്ലാ കാര്യങ്ങളും എത്തിക്കാനും പിടിക്കാനും ഒക്കെ ആയിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്ഫുള്ളായിരുന്നു. അങ്ങനെ ദീപു സെക്കൻഡ് ബാച്ചിൽ വണ്ടിയിൽ ഫുൾ ഹെൽപ്ഫുള്ളായിരുന്നു. എല്ലാവരും നല്ല ഹെൽപ്ഫുള്ളായിരുന്നു. പക്ഷേ പ്രത്യേകിച്ചും ഇവരൊക്കെ ഭംഗിയായിട്ട് പണിയെടുത്തിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി പറയുന്നു. അതോടൊപ്പം വണ്ടി നമ്മൾ ഗ്രീൻ ട്രീ അങ്കമാലി എന്നുള്ള നെടുമ്പാശ്ശേരി എന്നുള്ള വണ്ടിയായിരുന്നു. അവരുടെ രണ്ട് ട്രിപ്പും ഒരേ വണ്ടി തന്നെ വന്നത്. അപ്പോൾ അവരുടെ ഡ്രൈവേഴ്സിനും നന്ദി പറയുന്നു. ഒന്നുകൂടി എല്ലാവർക്കും എൻ്റെ ആത്മനമസ്കാരം.